സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. യാത്രയയപ്പിന്റെ ഭാഗമായി അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്ന് വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നത് ഒഴിവാക്കണമെന്ന മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നിർദ്ദേശം. അടുത്ത അധ്യയന വർഷം ഈ സമ്പ്രദായം പാടില്ലെന്ന് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അയച്ച സർക്കുലറിൽ പറയുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചതായി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PP റുഖിയ പറഞ്ഞു. ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ സ്കൂളിലേക്കും നിർദ്ദേശം കൈമാറി. അധ്യയന വർഷാവസാന ദിനത്തിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ യാത്രയപ്പ് പരിപാടി സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് വില കൂടിയ ഉപഹാരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന രീതി നിലവിലുണ്ട്. സമ്മാനം സ്വീകരിക്കുന്നത് പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുന്നതും അധ്യാപകർക്കിടയിൽ പതിവാണ്. ഈ സമ്പ്രദായം വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും മത്സരവും അപകർഷതയും വേർതിരിവും വളർത്തുന്നതാണെന്നാണ് ആക്ഷേപം. അടുത്ത അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PP റുഖിയ പറഞ്ഞു. 2023-24 അധ്യയന വർഷം അവസാനിച്ചു. എന്നാൽ പുതിയൊരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലേക്കുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും, കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം. ഈ ഒരു സമയത്ത് നമുക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് രക്ഷിതാക്കളിൽ നിന്നും കുട്ടികൾ പണം വാങ്ങി അധ്യാപകർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ഏർപ്പാട്. ഇത് വളരെ ചെറിയ തോതിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ കോവിഡ് കാലത്തിന് ശേഷം കുറച്ച് വ്യാപകമായി തന്നെ കണ്ടുവരുന്നുണ്ട്. മുൻപെല്ലാം ഇത് അൺഎയ്ഡഡ് സ്കൂളുകളിലായിരുന്നു ഇത്ര വ്യാപകമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ സാധാരണ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട രക്ഷിതാക്കളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലും ഇങ്ങനെ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഓരോ ദിവസവും ഒരു ദിവസത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത രക്ഷിതാക്കളിൽ നിന്ന് വരെ കുട്ടികൾ നിർബന്ധപൂർവം വാശി പിടിച്ചും കരഞ്ഞും 100-200 രൂപ കരസ്ഥമാക്കിക്കൊണ്ട് അധ്യാപകർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ട പൈസ ഒപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താന്ന് വെച്ചാൽ മത്സരബുദ്ധി തന്നെയാണ്. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ലോകം ഇന്ന് മത്സരിച്ചോടുകയാണ്. നമ്മുടെ കുട്ടികളും അതിന് പിന്നാലെ തന്നെയാണ്. അപ്പൊ ഈ അധ്യാപകർക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ഏറ്റവും മികച്ചത് എൻ്റെതാവണമെന്നൊരു ചിന്ത ഓരോ കുട്ടികൾക്കും ഉണ്ടായിരിക്കും, അത് സ്വാഭാവികം. എന്നാൽ ഈ ഒരു രീതി നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. കാരണം വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മുതൽ വാച്ച് തുടങ്ങിയ കാര്യങ്ങൾ കൂടാതെ തന്നെ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുട്ടികൾ അധ്യാപകർക്ക് വേണ്ടി വാങ്ങിക്കൂട്ടുന്നുണ്ട്. ശരിക്കും രക്ഷിതാക്കളെ അവർ പ്രയാസപ്പെടുത്തിയാണ് പണം കിട്ടുന്നത് എന്നുള്ളത് ചില അധ്യാപകരെങ്കിലും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാ കുട്ടികൾക്കും ഇതിനുള്ള പണം സ്വരൂപിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസ ചട്ടത്തിൽ തന്നെ പറയുന്നത് സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു തരത്തിലും ഒരു അധ്യാപകനോ അതല്ലെങ്കിൽ അധ്യാപകന്റെ ബാക്കി ബന്ധുക്കളോ കുട്ടികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പണമായോ വസ്തുക്കളായോ യാതൊന്നും തന്നെ വാങ്ങിക്കരുത് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി വ്യാപകമായി കണ്ടുവരുന്ന ഈ സമ്മാനദാനങ്ങൾ സ്റ്റാറ്റസ് ആയി ഇട്ടുകൊണ്ടും റീൽസ് ആയിട്ട് മാറ്റിക്കൊണ്ടും അധ്യാപകർ തന്നെ അത് ആഘോഷമാക്കി മാറ്റുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പ്രവണത അധ്യാപകർക്കിടയിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിനും അലോസരം ഉണ്ടാവുന്നതിനും കാരണമാവുന്നുണ്ട്. അതായത് ഈ ഗിഫ്റ്റിന്റെ കനത്തിലുള്ള വ്യത്യാസം മൂലം പലതരത്തിലും അലോസരം അധ്യാപകർക്കിടയിൽ തന്നെ കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. അധ്യാപകർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വിവരങ്ങൾ കൊടുക്കേണ്ട, കുട്ടികളെ സാമൂഹ്യ ബോധ്യമുള്ളവരാക്കി മാറ്റേണ്ടവരാണ്. വിവരം ഏതൊരു കുട്ടിക്കും ഏതൊരു സാഹചര്യത്തിലും ഇന്ന് ലഭ്യമാണ്. കാരണം വിവരം വിരൽത്തുമ്പിലാണല്ലോ. ഈ അധ്യാപകരാണ് ഈ വിവരത്തിന് വേണ്ട തിരിച്ചറിവ് അല്ലെങ്കിൽ അറിവിനുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് നൽകേണ്ടത്. അധ്യാപകർ തന്നെയാണ് ഇതിനെ തടയിടാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. എന്തായാലും ജനങ്ങൾ, PTA അതോടൊപ്പം രക്ഷിതാക്കൾ
എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു പ്രവണതയെ നമുക്ക് തടുക്കാം. അധ്യാപക ലോകം ഒന്ന് ഉയർന്നെഴുന്നേൽക്കേണ്ടതുണ്ട് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇത്തരം കുറിപ്പുകൾ ധാരാളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലേക്ക് കർശനമായ നിർദ്ദേശം നൽകേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും ആണ് എന്നുള്ള തരത്തിൽ നമുക്ക് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു. ഈ അധ്യയന വർഷം എന്തായാലും തുടക്കത്തിൽ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ്. സർക്കാരിന്റെ മുൻകൂർ അനുമതി കൂടാതെ മറ്റുള്ളവരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സമ്മാനമോ പ്രതിഫലമോ തനിക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ സ്വീകരിക്കുകയോ കുടുംബാംഗങ്ങളിൽ ആരെയും അവ വാങ്ങാൻ അനുവദിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് ചട്ടം. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.